നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ സംഘർഷബാധിത പ്രദേശമായ സംഭലിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും UP പോലീസ് തടഞ്ഞു. ഗാസിപൂർ അതിർത്തിയിൽ ബാരിക്കേഡ് വെച്ചും പോലീസ് ബസ് കുറുകെയിട്ടുമാണ് യാത്ര തടഞ്ഞത്. പോലീസ് അനുമതി നൽകാത്തതിനെ തുടർന്ന് 2 മണിക്കൂറിലധികം അതിർത്തിയിൽ കാത്തുനിന്ന ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതിർത്തിയിൽ നിന്ന് മടങ്ങി. പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധിയും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അതീവ സുരക്ഷാ മേഖലയായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചാണ് വെടിവയ്പുണ്ടായത്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിന് സമീപത്ത് വെച്ച് 2 തവണയാണ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ അക്രമി വെടിയുതിർത്തത്. ഖലിസ്ഥാൻ അനുകൂല സംഘടനാ അംഗം നാരായൺ സിംഗ് ചൗരയാണ് അക്രമി. സ്ഥലത്തുണ്ടായിരുന്നവർ ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി. സംസ്ഥാനത്തെ പൂജ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ 12 കോടി രൂപ JC 325526 എന്ന നമ്പർ ടിക്കറ്റിന്. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടന്ന നറുക്കെടുപ്പിലാണ് ഇത്തവണത്തെ പൂജ ബമ്പർ ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തത്. ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള ലയ S വിജയൻ എന്ന ഏജന്റ് ആണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹകരണം കുറവെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഭീമമായ തുകയാണ് കേരളത്തിനായി മാറ്റിവെച്ചിരിക്കുന്നതെന്നും എന്നാൽ സ്ഥലമേറ്റെടുപ്പിൽ പുരോഗതിയില്ലെന്നും MP-മാരും ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ലോക്സഭയിലെ ചോദ്യോത്തര വേളയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് CMRL ദില്ലി ഹൈക്കോടതിയിൽ. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ലെന്നും കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്നും പറഞ്ഞ CMRL കേസുമായി ബന്ധമില്ലാത്ത 3ാം കക്ഷിയായ ഷോൺ ജോർജിന് രഹസ്യരേഖകൾ എങ്ങനെ കിട്ടിയെന്നും ചോദിച്ചു. ഷോണിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPM-ന്റെ UR പ്രദീപ് എന്നിവർ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ സംബന്ധിച്ചു. രാഹുൽ ആദ്യമായും UR പ്രദീപ് 2ാം തവണയുമാണ് MLA ആകുന്നത്. മധു മുല്ലശ്ശേരിയും മകൻ മിഥുൻ മുല്ലശ്ശേരിയും BJP-യിൽ ചേർന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഇരുവർക്കും അംഗത്വം നൽകി. പാർട്ടിയിൽ ചേരുന്നവരെ BJP സംരക്ഷിക്കുമെന്നും PFI നിരോധനത്തിന് ശേഷം PFI-കാരെ CPM പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണെന്നും പിണറായി വിജയന്റെ കാലത്തു തന്നെ ഉദകക്രിയ നടക്കുമെന്നും പല ജില്ലകളിൽ നിന്നായി CPM നേതാക്കൾ BJP-യിലേക്ക് എത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയെ ആയമാർ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ കുറ്റം തെളിയാതിരിക്കാൻ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചുവെന്ന് റിപ്പോർട്ട്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ നഖം വെട്ടിയാണ് 3 ആയമാരും ഹാജരായത്. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെയുള്ള ശാരീരിക പീഡനത്തിൽ വെളിപ്പെടുത്തലുമായി മുൻ ആയ. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുമെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും അവർ പറഞ്ഞു. പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും അവർ വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDF പത്രപരസ്യത്തിൽ സുപ്രഭാതത്തിന് വലിയ വീഴ്ചയും ശ്രദ്ധക്കുറവുമുണ്ടായെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നവംബർ 19-ന് പത്രത്തിൽ വന്ന പരസ്യം സുപ്രഭാതത്തിന്റെ നയനിലപാടുകൾക്ക് നിരക്കാത്തതാണെന്നും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. KSEB സർക്കാരിന് നൽകാനുണ്ടായിരുന്ന വൈദ്യുതി ഡ്യൂട്ടി ഒഴിവാക്കി നൽകിയതിന്റെ ഭാഗമായി സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള 18 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 272.2 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ എഴുതി തള്ളി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാ വഴികളും ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി കുടിശ്ശിക എഴുതി തള്ളിയതെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ 6 മണിക്കൂർ ചോദ്യം ചെയ്ത് വിജിലൻസ് SP KL ജോണിക്കുട്ടി, DYSP ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആഡംബര വീട് നിർമ്മാണം, കള്ളക്കടത്തു സ്വർണം തിരിമറി, മലപ്പുറം SP-യുടെ വസതിയിലെ മരം മുറി എന്നിവ ഉൾപ്പെടെയുള്ള പരാതികളിലാണ് അന്വേഷണം. 2 ആഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. വയനാട് ചുണ്ടേലിൽ വാഹനാപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ഓട്ടോ ഡ്രൈവറെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് വിവരം.
കേസിൽ സഹോദരങ്ങളായ പുത്തൂർ വയൽ കോഴിക്കാരാട്ടിൽ വീട്ടിൽ സുമിൽ ഷാദ്, അജിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ചയാണ് ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ നവാസ് മരിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പുറത്തുനിന്നും ശീതളപാനീയങ്ങളും ഭക്ഷണവും കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഈ വർഷം നവംബർ 20 വരെയുള്ള 324 ദിവസങ്ങളിൽ ജില്ലയിൽ 722 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറഞ്ഞെന്നും തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള പരാതിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ്. CPM ഇടുക്കി പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെയാണ് വണ്ടൻമേട് പോലീസ് കേസെടുത്തത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബിജുവിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതായി CPM അറിയിച്ചു. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ എടത്വ സെയിന്റ് അലോഷ്യസ് കോളേജിൽ നിന്ന് പുറത്താക്കിയ SFI നേതാവ് ശ്രീജിത്ത് സുഭാഷിന് BSc ബിരുദ കോഴ്സിന്റെ 5ഉം 6ഉം സെമസ്റ്ററിന്റെ ഇന്റേണൽ പരീക്ഷ എഴുതാനും പ്രോജക്ട് വൈവയ്ക്ക് അവസരം നൽകാനും MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഉത്തരവ്. കോളേജിൽ നിന്ന് നിർബന്ധ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകി പുറത്താക്കിയ വിദ്യാർത്ഥിയെ സർവകലാശാല റെഗുലേഷൻ പ്രകാരം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കാനാകില്ലെന്ന് യൂണിവേഴ്സിറ്റിയെ പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നു. MC റോഡിൽ ചടയമംഗലത്ത് കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. കൊല്ലം നിലമേൽ വെള്ളംപാറ സ്വദേശി ശ്യാമളകുമാരിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രളയബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ തമിഴ്നാട് മന്ത്രി പൊന്മുടിക്ക് നേരെ ചെളിയെറിഞ്ഞത് വിഴുപ്പുറത്തെ BJP പ്രവർത്തകരായ വിജയറാണിയും രാമകൃഷ്ണനുമാണെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഇവർക്കെതിരെ കേസെടുത്ത് വിഷയം വഷളാക്കേണ്ടെന്നാണ് DMKയുടെ അഭിപ്രായം. TVK അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനം. ചെന്നൈയിലെ പ്രളയബാധിതരെ പാർട്ടി ഓഫീസിലെത്തിച്ച് സഹായം നൽകിയ സംഭവത്തിലാണ് DMK BJP സൈബർ ഹാൻഡിലുകൾ വിജയ്ക്ക് എതിരെ വിമർശനം ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആളുകളുടെ സൗകര്യം പരിഗണിച്ചാണ് പാർട്ടി ഓഫീസിൽ പരിപാടി നടത്തിയതെന്ന് TVK അറിയിച്ചു. 300 കുടുംബങ്ങൾക്കാണ് വിജയ് കിറ്റ് നൽകിയത്. തമിഴ് നടൻ മൻസൂർ അലിഖാന്റെ മകൻ അലിഖാൻ തുഗ്ലക്കിനെ ലഹരിക്കേസിൽ തിരുമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്തിടെ പിടിയിലായ 10 കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നാണ് തുഗ്ലക്കിന് ലഹരിക്കടത്തിൽ പങ്കുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്ത തുഗ്ലക്കിനെ 12 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. ഫട്നാവിസിനെ BJP നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവായി തെരഞ്ഞെടുത്തു. നാളെ വൈകിട്ട് 5-ന് മുംബൈ ആസാദ് മൈതാനത്ത് ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ നടക്കും. നിയമസഭാ കക്ഷി യോഗത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. 6 വനിതാ സിവിൽ ജഡ്ജിമാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. വനിതാ സിവിൽ ജഡ്ജിമാർ കേസ് തീർപ്പാക്കിയത് കുറവായിരുന്നു എന്ന് കാണിച്ച് പിരിച്ചുവിട്ടതിനെ രൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചു. അതിലൊരാൾ ഗർഭമലസിയതിനെ തുടർന്ന് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ ആഘാതത്തെ മധ്യപ്രദേശ് കോടതി അവഗണിക്കുകയായിരുന്നുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജേനയുള്ള തട്ടിപ്പുകൾ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെയും കർശന നടപടിയുമായി കേന്ദ്രം. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയായി 59,000 വാട്സാപ്പ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തെന്ന് കേന്ദ്രം അറിയിച്ചു. 1700 സ്കൈപ്പ് അക്കൗണ്ടുകൾക്കെതിരെയും ഇതുവരെ നടപടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നവംബർ 15 വരെ തട്ടിപ്പിൽ ഏർപ്പെട്ട 6.69 ലക്ഷം മൊബൈൽ സിം കാർഡുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ISRO ഇന്ന് വിക്ഷേപിക്കും. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഇരട്ട സാറ്റലൈറ്റ് ദൗത്യമായ പ്രോബ-3 ISRO ഇന്ന് വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:08-നാണ് PSLV C-59 റോക്കറ്റിൽ പ്രോബ-3 വിക്ഷേപിച്ചത്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. അറേബ്യയിൽ സലാത്ത് അൽ ഇസ്തിഖ എന്നറിയപ്പെടുന്ന മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഡിസംബർ 7-ന് രാവിലെ 11 മണിക്ക് നടത്തും. അഫ്ഗാനിസ്ഥാനിൽ നഴ്സിംഗ്, മിഡ്വൈഫറി കോഴ്സുകളിലേക്ക് ചേരുന്നതിന് സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ താലിബാൻ ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. താലിബാൻ പരമോന്നത നേതാവിന്റെ ഉത്തരവിനെ തുടർന്നാണ് തീരുമാനമെന്ന് റിപ്പോർട്ടുണ്ട്. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് 4 നോമിനികളെ വരെ വയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതടക്കമുള്ള ഭേദഗതികളാണ് ലോക്സഭ അംഗീകരിച്ചത്. നിലവിൽ നിക്ഷേപകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരാളെയാണ് നോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത്. ഇത് 4 ഉയർത്തുന്നതിലൂടെ നിക്ഷേപം സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കോവിഡ് കാലത്ത് ബാങ്ക് അക്കൗണ്ട് ഉടമകളും നോമിനിയും മരിച്ചതോടെ നിക്ഷേപം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തർക്കം ഉടലെടുത്തിരുന്നു.
അക്കൗണ്ട് ഉടമകൾക്ക് നോമിനിയെ വയ്ക്കുന്നതോടൊപ്പം ഇവർക്കുള്ള പങ്കാളിത്തം തീരുമാനിക്കാൻ കൂടി അനുമതി നൽകുന്നതാണ് പുതിയ ബിൽ. അവകാശിയില്ലാത്ത ലാഭവിഹിതം, ഓഹരികൾ, പലിശ, ബോണ്ട് എന്നിവ ഇനി നിക്ഷേപകരുടെ വിദ്യാഭ്യാസ സംരക്ഷണ ഫണ്ടിലേക്ക് മാറ്റാൻ ബിൽ അനുമതി നൽകുന്നു. തർക്കമുള്ളവർക്ക് അവകാശമുന്നയിച്ച് ബോർഡിനെ സമീപിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ ബിൽ. ബാങ്കുകളിൽ നിക്ഷേപമുള്ള ഡയറക്ടർമാരുടെ ലാഭവരുമാനം നിലവിലെ 5 ലക്ഷത്തിൽ നിന്ന് 2 കോടിയായി ഉയർത്താനും പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളിൽ കുറഞ്ഞത് 20% ഡാർക്ക് വെബ് ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെന്ന് റിപ്പോർട്ട്. ഡേറ്റ ലംഘനങ്ങൾ, ഹാക്കിംഗ്, ഫിഷിംഗ്, ഐഡന്റിറ്റി മോഷണം, മയക്കുമരുന്ന്, ആയുധങ്ങൾ തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വാങ്ങലും തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായി സൈബർ ക്രിമിനലുകൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നതെന്നും സൈബർ സുരക്ഷാ സ്ഥാപനമായ ലിസിയാന്തസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്പെഷ്യൽ ടൂളുകൾ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റിലെ പ്ലാറ്റ്ഫോമാണ് ഡാർക്ക് വെബ്. ഒരു ഡാർക്ക് വെബ് ഉപയോക്താവിന്റെ ഐഡന്റിറ്റിയും ലൊക്കേഷനും കണ്ടെത്തുന്നത് സാധാരണഗതിയിൽ വളരെ ബുദ്ധിമുട്ടാണ്. സംസ്ഥാന പോലീസ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പ്രസക്തമായ പോർട്ടലുകൾ എന്നിവയിൽ നിന്ന് എടുത്ത ക്രൈം ഡേറ്റയുടെ നിരവധി സാമ്പിളുകൾ ഉപയോഗിച്ചാണ് പഠനം നടത്തിയത്. കഴിഞ്ഞ ദശകത്തിൽ ഡാർക്ക് വെബിന്റെ ഉപയോഗം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഉപയോക്താക്കൾ അവരുടെ ഫോൺ ബുക്കിലേക്കും മറ്റ് ആപ്ലിക്കേഷനുകളിലേക്കും പ്രവേശന അനുമതി തേടുന്ന ഓൺലൈൻ നോട്ടിഫിക്കേഷനുകൾക്ക് അനുവാദം നൽകരുതെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു.